എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിക്ക് 10 കുഷ്ഠരോഗികൾ ഞങ്ങൾ കനിയണമേ വിളിച്ചു പറയുന്നു. യേശു അവരെ പുരോഹിതനെ പോയി കാണാൻ പറയുന്നു. അവർ പോകുന്ന വഴിക്ക് 10 പേർക്ക് സുഖം പ്രാപിക്കുന്നു. ഒരാൾക്ക് പോലും സുഖം പ്രാപിക്കാതിരുന്നില്ല. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അവരൊരാൾ തിരിച്ചു കിടന്നു. തിരിച്ചു വന്നപ്പോൾ യേശു ആ ഒരാളോട് ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? എത്ര കൗതുകത്തോടെയാണ് യേശു 9 പേരെക്കുറിച്ച് അന്വേഷിച്ചത്. ഈ പറഞ്ഞു വിടുമ്പോൾ യേശുവിന് ഒരു കാര്യം അറിയായിരുന്നു, പോകുന്ന വഴിക്ക് സുഖം പ്രാപിക്കും. പക്ഷേ തിരിച്ചു നടക്കേണ്ട മനോഭാവം അവരുടേതായിരുന്നു. പോകുന്ന വഴിക്ക് സുഖം പ്രാപിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ക്രിസ്തു അവരെല്ലാവരും തിരിച്ചു വരുമെന്നും ഉറപ്പിച്ചിരുന്നു അത്രേ. ഒരുപക്ഷെ ആ പോയ സ്പീഡിൽ തിരിച്ചും കൂടി വന്നിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം നിറഞ്ഞേനെ, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞേനെ, സ്നേഹം കൊണ്ട് അവരെ വാരിപ്പുണർന്നേനെ. യേശു ചോദിച്ചത്, ബാക്കി 9 പേരെവിടെ? ഇത്രത്തോളം ഒരു സൗഖ്യത്തിന്, ഒരു ജീവിതത്തിന് ഇടപെടലുണ്ടായിട്ട് അവരെന്താ തിരിച്ചു വരാത്തത്? എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെ കാര്യത്തിലും യേശുവിന് ആ സങ്കടം ഉണ്ടാവില്ലേ? എന്തുമാത്രം അനുഗ്രഹങ്ങളും കൃപകളാണ് നമ്മൾ വാരിക്കൂട്ടിയത്. ഒന്ന് കണ്ണടച്ച് കണ്ണ് തുറന്ന് ധ്യാനിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ അനുഭവിക്കുന്ന വേദനയൊക്കെ വലിയ വേദനയല്ലേ? അതിൻ്റെ പകുതി വേദന നമുക്കുണ്ടോ? ഒത്തിരി പേര് അനേക സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നില്ലേ? എന്നിട്ട് എവിടേക്കോ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തോന്നൽ ഉള്ളിലുണ്ടാകുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ തിരിച്ചു നടക്കാത്തത്? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ തിരിച്ചു നടക്കാത്തതിനെ ഓർത്ത് ഇപ്പോഴും ക്രിസ്തുവിന് നമ്മുടെ പേരിൽ ഒരു സങ്കടം ബാക്കിയായിട്ടുണ്ടാകും. ആ സങ്കടം എന്തിനാണ് ഇത്ര നൊമ്പരമാക്കി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? നമ്മളൊക്കെ തിരിച്ചു വന്ന് പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നന്ദിയുണ്ട് കേട്ടോ. വെറുതെ ഒരു കടയിൽ കയറി ഗൂഗിൾ പേ ചെയ്ത് ഇറങ്ങുമ്പോൾ അവസാനം ആ ഗൂഗിൾ പേയിൽ ഒരു കമൻറ്റ് കേൾക്കാറില്ലേ, ഇത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നന്ദിയുണ്ടേ. ഈ വാക്ക് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? വെറുതെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ പോലും നമുക്ക് വേണ്ടി നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പേരിലും നമ്മൾ വാങ്ങിച്ച സാധനത്തിൻ്റെ പേരിലും നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ, ഈ ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ വലിയ നേട്ടങ്ങൾ നേടിയിട്ട് നമ്മളെന്തുകൊണ്ടാണ് നന്ദി എന്നൊരു വാക്ക് പറയാത്തത്? തിരിച്ചടക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു. ഇനി പള്ളിയിൽ മുട്ടുകുത്തുമ്പോൾ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് തന്നതിനൊക്കെ നന്ദി, ഇനി തരാൻ പോകുന്നതിനും നന്ദി. ഇനി എന്തെങ്കിലുമൊക്കെ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഇടപെടൽ തന്നെയാണല്ലോ. നന്ദി നന്ദി എന്ന വാക്കല്ലാതെ മറ്റൊന്നും പറയാനില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ
ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായനു